ഒരു രീതിയിലും ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫും കൊള്ളുകയായിരുന്നു, സെക്കൻഡ് ഹാഫും കൊള്ളുകയായിരുന്നു. ഡിസപ്പോയിൻമെൻ്റ് ആണ്. വിചാരിച്ചത്ര പോരാ. ഇല്ല, വലിയ കളക്ഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. വിചാരിച്ചത്ര മാസ് സീൻസോ കഥ നോക്കിയാലും പോരാ. ജെഫ് ആ ഒരു റേഞ്ച് എത്തിയില്ലെങ്കിലും ഇതിൻ്റെ അടുത്ത പാർട്ടോടെ കണ്ടാലേ പൂർണ്ണ കഥ പൂർണ്ണമാവും. കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം. ഇല്ല പാട്ടുകൾ മാത്രമൊന്നും എനിക്ക് ഇത് തോന്നി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളാം, ഫസ്റ്റ് ഹാഫ് പോരാ. പിന്നെ ചില മാസ് ഡയലോഗ് കേൾക്കുമ്പോൾ ചിരി വരും, അതിലേക്ക് ഫൈറ്റൊക്കെ കൊള്ളാം. എനിക്ക് അങ്ങനെയല്ല, കുഴപ്പമില്ല, കണ്ടിരിക്കും. KGF അത്രയൊന്നും വന്നിട്ടില്ല, എന്നാലും കൊള്ളാം. സെക്കൻഡ് ഹാഫ് തന്നെ കൊള്ളാം, ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗ് ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. KGF ബാഹുബലിയോട് ഒരുമിച്ചാക്കി എങ്ങനെ ഇരിക്കുക, അതേപോലൊരു മൂവിയാണ്. പക്ഷേ പൃഥ്വിരാജ് ഒരു രക്ഷയില്ല. പ്രഭാസ് ഇറ്റ്സ് ഓക്കെ, പക്ഷേ പൃഥ്വിരാജ് ഒരു രക്ഷയില്ല. പുതിയൊരു കണ്ട കാര്യമൊന്നുമല്ല, ഏകദേശം ചെയ്യും നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് വലിയ സംഭവം എന്ന് പറഞ്ഞ് നമുക്ക് ഇതാക്കൊന്നുമില്ല. സ്റ്റോറി ലൈൻ ഇസ് ബേസിക്, പക്ഷേ ഇറ്റ്സ് എ മിക്സ് ഓഫ് KGF ആൻഡ് ബാഹുബലി. പഴയ ചരിത്രമാണ്, അതങ്ങനെ കൊണ്ടുപോകാനല്ലേ ഒക്കെ ഉള്ളൂ. ഇത് നമുക്ക് അറിഞ്ഞും കൂടാ, അതാണ് കുറേ മനസ്സിലാകുന്നത്. നമ്മൾ കണ്ടില്ലല്ലോ, എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് കണ്ട് രസിക്കാനുള്ളതാണല്ലോ. ആ ഗോത്രവർഗ്ഗക്കാരുടെ കാര്യങ്ങളാണ് വ്യക്തമായിട്ടിരുന്നത്, പരസ്പരമുള്ള വൈരുദ്ധ്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് അതിനകത്ത് ചിത്രീകരിച്ചിട്ടുള്ളത്. അത് ഹിസ്റ്ററിയാണ്. അപ്പം അത് മോശമാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യം മനസ്സിലായില്ലേ. എണ്ണം ബാക്കിയില്ല, ഞാൻ ഫ്രണ്ടിലായിരുന്നിരുന്നത്. രാജുവേട്ടൻ ആൻഡ് പ്രഭാസ് അടിപൊളിയായിട്ടാണ്. നല്ല മേക്കിങ് KGF സ്റ്റൈൽ തന്നെയാണ്. പക്ഷേ വേറെ പ്രതീക്ഷയൊന്നും വേണ്ട, ക്യാമിയോ ഒന്നുമില്ല. പക്ഷേ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടെടുത്തൊരു അടിപൊളി പടമാണ്. മാസ് കൊണ്ട് പ്രഭാസ് പക്ക കംബാക്ക് ആണെങ്കിൽ പറയാം. ഇതുവരെയുള്ള പ്രഭാസിൻ്റെ പടം വെച്ച് നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് തകർത്തിട്ടുണ്ട്, രാജുവേട്ടൻ അടിപൊളി. കുറച്ച് മീൻസ് ബിൽഡപ്പ് ആകുള്ളൂ, ഫൈറ്റ് കുറവാണ്. അപ്പോൾ കുറച്ച് ലാഗ് ഫീൽ ചെയ്ത്, പിന്നെ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കില്ല, ആവറേജ്. സെക്കൻഡ് ഹാഫ് നല്ല അടിയും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഒരു കംപ്ലീറ്റ് ഫീൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഓവർ ആക്കിയിട്ടുണ്ട് അവർ. KGF മൊത്തത്തിലൊരു നമുക്കൊരു ഫുൾ ഫീൽ വരും, പക്ഷേ ഇത് ഫസ്റ്റ് ഹാഫ് ഇവർ കുറച്ച് ഓവറാക്കി. വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് നല്ലതായിട്ട് ചെയ്തു. കാണും, എനിക്കറിഞ്ഞൂടെ. എന്തായാലും ഹിറ്റാവും. പിന്നെ ആക്ഷൻ സീക്വൻസ് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഇത്തിരി നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിലും അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു. ബസ് അടിപൊളി, സൂപ്പർ, ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റ് ചെയ്തു. നമ്മൾ KGF കണ്ടുകൊണ്ട് KGF അല്ല ടോട്ടലി, വ്യത്യാസമുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് ഓക്കെ, അതിനേക്കാളും ബെറ്റർ ആവും. സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല മൂവി. തിയേറ്റർ എക്സ്പീരിയൻസ് ആണല്ലോ വേണ്ടത്, അതുണ്ട്. ഈ ഫോണിൽ നമ്മൾ TV കാണുന്ന അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. പക്ഷേ തിയേറ്ററിൽ ആ പ്രശാന്ത് നീലിൻ്റെ ആ ഒരു മേക്കിംഗ് എല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതാണ് വേണ്ടത്, മെയിനായിട്ട് അത് ഇട്ടിട്ടുണ്ട്.